ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. US ഫെഡിൻ്റെ ഡിസിഷൻ വന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് US ഫെഡ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷമുള്ള സ്പീച്ചിൽ ജെറോം പവൽ US ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ധാരാളം അൺസർട്ടനിറ്റി ഉണ്ട്, അതേസമയം US എക്കണോമി നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനോടുള്ള ട്രംപിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. അതേസമയം ഇന്നലെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മിക്സഡ് ക്ലോസിംഗ് ആണ്. S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു, 7002.28. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 3 കമ്പനികളുടെ Q4 റിസൾട്ടും ഇന്നലെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. മെറ്റ പ്ലാറ്റ്ഫോമും ടെസ്ലയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആഫ്റ്റർ അവേഴ്സിൽ ഈ സ്റ്റോക്കുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ് ആഫ്റ്റർ അവേഴ്സിൽ താഴെയാണ്. Q4 റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, അതോടൊപ്പം തന്നെ ഗൈഡൻസും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അറൗണ്ട് 4 to 5% താഴെയാണ് മൈക്രോസോഫ്റ്റ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. IBM ഇന്നലെ വീണ്ടും ആഫ്റ്റർ അവേഴ്സിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു Q4 റിസൾട്ട്. ഇത്തരത്തിലുള്ള റിസൾട്ട് സീസൺസിൻ്റെ ഇമ്പാക്റ്റും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇന്നലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പിക്ചറാണ് അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ. അതേസമയം മെമ്മറി സർക്യൂട്ട് മേക്കേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് മേക്കിംഗ് കമ്പനികളൊക്കെ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മെമ്മറി മേക്കർ ആയിട്ടുള്ള സാൻഡിസ്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഈ 2 കമ്പനികളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് മെറ്റീരിയൽ സെമി കണ്ടക്ടർ എക്വിപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്റ്റോക്കും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോൺ റാം സർക്യൂട്ട് മേക്കേഴ്സ് ആണ്. മൈക്രോൺ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രൊജക്റ്റാണ് അവർ സിംഗപ്പൂരിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബിഗ് പ്രൊജക്റ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മെമ്മറി സർക്യൂട്ടുകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സൊക്കെ ആവശ്യമാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് സൗത്ത് കൊറിയയിലെ സാംസങ് ഇലക്ട്രോണിക്സിൻ്റെ Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. സാംസങ് ഇലക്ട്രോണിക്സ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് സൗത്ത് കൊറിയയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്നലെ ഏഷ്യയിലെ ഹാങ്സെങ് ഇൻഡെക്സ്, ഹോങ്കോങ് ഇൻഡെക്സ് ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് രാവിലെ 7:30 ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സൂം ചെയ്തിരിക്കുകയാണ്. $5,585 പെർ ഔൺസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു ഇന്ന് മോർണിംഗിൽ. അതിനുശേഷം രാവിലെ 7:30 ട്രേഡ് ചെയ്യുന്നത് $5,538 പെർ ഔൺസിനാണ്. ഒരു ദിവസം മാത്രം ഗെയിൻ നേടിയിട്ടുള്ളത് $280 തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഗോൾഡിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ വലിയ ഗോൾഡ് ബൈയിങ് ഫ്രൻസിയാണ്. അറൗണ്ട് $8 to $10 പെർ ഔൺസ് കൂടുതലാണ് ചൈനയിലത്തെ പ്രൈസ്. ചൈനീസ് അതോറിറ്റീസ് ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ സിൽവറും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ $119.5 പെർ ഔൺസ് ആണ് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. രാവിലെ 7:30 ട്രേഡ് ചെയ്യുന്നത് $117.4 പെർ ഔൺസിനാണ്. സിൽവറിൻ്റെ കാര്യത്തിൽ ചിക്കാഗോ മെർക്കൻ്റൈൽ എക്സ്ചേഞ്ച് ഓൾറെഡി മാർജിനൊക്കെ കൂട്ടിയിരുന്നു. ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ മാർജിൻ ഇൻക്രീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ട് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. ഡീബേസ്മെൻറ്റ് ട്രേഡാണ് ഗോൾഡിലേക്ക് വലിയ രീതിയിലുള്ള
ഇൻവെസ്റ്റ്മെൻറ്റ് വരാനായിട്ടുള്ള കാരണം ഡിബേസ്മെൻറ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉള്ള സമയങ്ങൾ ജനങ്ങൾ കറൻസികളിൽ നിന്നും ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്നും ഗോൾഡ് പോലുള്ള പ്രഷ്യസ് മെറ്റൽസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നതിനെയാണ് ഡിബേസ്മെൻറ്റ് ട്രേഡ് എന്ന് പറയുന്നത്. US ഡോളർ ഒരു ഗ്ലോബൽ കറൻസി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. US ഫെഡിൻ്റെ ഡിസിഷന് ശേഷം വീണ്ടും കറൻസികളെ സംബന്ധിച്ച് വലിയ സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കറൻസികളിൽ നിന്നും മറ്റ് ട്രഡീഷണൽ അസറ്റ്സിൽ നിന്നൊക്കെ പ്രഷ്യസ് മെറ്റലിലേക്ക് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഡിബേസ്മെൻറ്റ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് വലിയ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രോസ് ദ ഗ്ലോബ് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സിൽവറിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ അലുമിനിയം പ്രൈസ് അമേരിക്കയിൽ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്പും അതുപോലെ തന്നെ ഏഷ്യയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ആണ് അലുമിനിയം പ്രൈസിൽ അമേരിക്കയിലുള്ളത്. ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇത്. തീർച്ചയായിട്ടും ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നോവേലീസ് ഉണ്ട്, ഹിൻഡാൽക്കോൻ്റെ സബ്സിഡിയറിയാണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഹിൻഡാൽക്കോ ഒരു പക്ഷേ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ഇന്ത്യയിൽ. ഒപ്പം മറ്റു കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിങ്ക് പുതിയ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് $68 പെർ ബാരലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇത് ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയാണ് ക്രൂഡ് ഓയിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് കൂടുന്നത് തീർച്ചയായിട്ടും മൈനർ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു മൈനർ റിയാക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിലും എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊരു കമ്മോഡിറ്റി നാച്ചുറൽ ഗ്യാസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ആ ലെവൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ വലിയ രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരുപക്ഷെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീക്കൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം US ഡോളർ മറ്റ് കറൻസികൾക്ക് അഗൻസ്റ്റ് ആയിട്ട് വളരെ താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഗ്ലോബൽ മാർക്കറ്റുകളുണ്ട്. ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റിലും US ബോണ്ട് മാർക്കറ്റിലും വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളിലും വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറവ് റിസൾട്ടുകളാണ്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ഉള്ളൂ. TVS മോട്ടോഴ്സ്, തൈറോ കെയർ, ഗാർഡൻ റിഷിപ്പ് ബിൽഡേഴ്സ്, GE വെർണോവ, അതുപോലെ തന്നെ SBI കാർഡ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. L&Tയുടെ റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം ഓർഡർ ബാഗിങ് വളരെ പോസിറ്റീവാണ്. 1.35 ലക്ഷം കോടി രൂപ ഓർഡറാണ് Q3 L&T നേടിയിരിക്കുന്നത്. ടോട്ടൽ ഓർഡർ ബുക്ക് 7.3 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. എന്നിരുന്നാലും ടെമ്പററി ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഡിസംബർ മാസത്തെ IIP ഡാറ്റ വന്നിരുന്നു. 2 വർഷത്തെ ഹയസ്റ്റ് ഫിഗറാണ്. 7.8% മാനുഫാക്ചറിങ് ആണ്. അതുപോലെ തന്നെ പവർ ജനറേഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ IIP ഡാറ്റയ്ക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ്. ബഡ്ജറ്റ് സെഷൻ പാർലമെൻറ്റിൻ്റെ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് എക്കണോമിക് സർവേ പാർലമെൻറ്റിൽ റിലീസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സർവേക്ക് അനുസരിച്ചുള്ള മൂവ്മെൻ്റൊക്കെ നമുക്ക് നാളെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും സെല്ലേഴ്സ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ ബൈ ചെയ്യുന്നുണ്ട്. ഒപ്പം L&T വലിയൊരു ഓർഡറും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വന്ന ന്യൂസാണ്. 5000 കോടി രൂപയ്ക്കും 10000 കോടി രൂപയ്ക്കുള്ള ഓർഡറാണ്. സൗദി അറേബ്യയിൽ നിന്നാണ്. റിയാദ് മെട്രോ എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഓർഡറാണ്. ധാരാളം ഓർഡേഴ്സ് സൗദി അറേബ്യയിൽ നിന്ന് ബാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് L&T. ആക്സോ നോബൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പേര് മാറുകയാണ്. JSW ഗ്രൂപ്പ് ഡിക്കവറേഷൻ JSW ഡുലക്സ് ലിമിറ്റഡ് എന്നായിട്ട് മാറിയിരിക്കുകയാണ്. RVNL 1201 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് നോർത്തേൺ റെയിൽവേയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ധാരാളം ഓർഡേഴ്സും അതുപോലെ തന്നെ ഓർഡർ ബുക്ക് വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. ഡൈവേഴ്സിഫൈഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓർഡർ ബാഗിങ് ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് JSW എനർജിയാണ്.
ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ ഡിസിഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് മുന്നിലുള്ളത് യൂണിയൻ ബഡ്ജറ്റാണ്. യൂണിയൻ ബഡ്ജറ്റ് സൺഡേ ആണ് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന റിഫോം ഓറിയൻറ്റഡ് ബഡ്ജറ്റ് തന്നെയാണ്. നമ്മുടെ സ്പെൻഡിങ് പവർ നമ്മുടെ ജനങ്ങളുടെ കൂട്ടാൻ, അതുപോലെ തന്നെ ടാക്സ് ട്വീക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ബഡ്ജറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഒരു പക്ഷേ ഇന്ന് റിലീസ് ചെയ്യുന്ന എക്കണോമിക് സർവേയിൽ നിന്നും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗോൾഡ് പ്രൈസ് വീണ്ടും മുന്നേറിയേക്കാം. $6,000 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ റിസർച്ച് ഹൗസസും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം ഗ്ലോബലി പൊളിറ്റിക്കൽ ടർമോയിൽ, അതുപോലെ തന്നെ കറൻസി മാർക്കറ്റിലുള്ള വൊളാറ്റിലിറ്റി, ഒപ്പം ഡെറ്റ് മാർക്കറ്റിലുള്ള വൊളാറ്റിലിറ്റി, ഇതൊക്കെ ഗോൾഡ് പ്രൈസിന് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഒപ്പം അലുമിനിയം, സിങ്ക്, കോപ്പർ, സിൽവർ, ഈ കമോഡിറ്റികൾ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.